എന്ത് വിധി ഇത്? ഫ്രണ്ട്സ്, ഇതാണ് ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ അവസ്ഥ. ഗൈസ്, ഞങ്ങള് ഫോറസ്റ്റിന്റെ നടുക്ക് ടയറ് പഞ്ചറായി നിൽക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, വീഡിയോ വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഇന്ന് ഞങ്ങള് ഒറ്റ മൈൻഡില് നേരെ മസനഗുഡി പോയാലോ എന്ന് വിചാരിച്ചു. നമ്മൾ കുറെ കാലമായി പോയിട്ട് മസനഗുഡി കഴിക്കും. 1 വർഷമൊക്കെ ആയിട്ടുണ്ടാവും പോയിട്ട്. നമ്മൾ ആ വഴി ഊട്ടിക്ക് പോയിട്ട്, പക്ഷെ ഊട്ടിക്ക് നമ്മൾ പോണില്ല, കാരണം നാളെ എനിക്ക് ക്ലാസ്സിൽ എക്സാം ഒക്കെ ഉണ്ട്. അപ്പൊ നാളെ എക്സാം ആയിട്ടാണ് ഗൈസ് ഞാൻ ഇന്ന് ട്രിപ്പ് പോണത്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഒരു സയൻസ് സ്റ്റുഡന്റിന്റെ സീരിയസ്നെസ് എത്രത്തോളം ഉണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ദിയമോള് റെഡി ആയി വന്നിട്ടുണ്ട്. ദിയമോളെ ബർത്ത്ഡേക്ക് അമ്മ വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ്. പിന്നെ സ്വാഭാവികം ഇതേമാതിരി പപ്പയ്ക്കുണ്ട് ഗൈസ് ഈ ടീഷർട്ട്. ഞങ്ങള് മാച്ചിങ് ആയിട്ട് വാങ്ങിയതാണ്. ഇവിടെ മഴ ഉണ്ട് കേട്ടോ, ഇവിടെ മഴ ഉണ്ട്. നമ്മൾ ഇനി പോണ വഴിക്ക് മഴ ഉണ്ടോന്ന് അറിയില്ല. എന്റെ ഒരു ആഗ്രഹം, നമ്മൾ പോണ വഴിക്ക് നാടുകാണി ആ ചുരം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കോടമഞ്ഞ് ഉണ്ടാവണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. വഴി കാണാത്ത രീതിയിൽ കോടമഞ്ഞ് ഉണ്ടാവണം. ഇപ്പം സമയം 11:35. നാളത്തെ എക്സാം ഗൈസ്, എന്റെ കെമിസ്ട്രി ആണ് എന്റെ നാളത്തെ എക്സാം. ആൻഡ് അത് എനിക്ക് കുഴപ്പമില്ല, കാരണം ഒരു ചാപ്റ്റർ ഉള്ളൂ ഗൈസ്, 40 മാർക്കിന് ഓൾ ഓവർ 1 ചാപ്റ്റർ ഉള്ളൂ. കൂൾ. A single sheet of paper cannot decide my future. Guys, നമുക്ക് ഗുലാബ് ജാം പൊട്ടിക്കാം. ഇവിടെ ഓ, ഇതാണ് ഗൈസ് ഗുലാബ് ജാം. നമ്മൾ ഇങ്ങനെ വാങ്ങിയതാണ്. ഞാനൊരു ഗുലാബ് ജാമിന്റെ പരീക്ഷണം നടത്തിയിരുന്നു, ബട്ട് അത് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. സോ നമ്മൾ റെഡിമെയ്ഡ് ഒന്ന് വാങ്ങിയിട്ടുണ്ട്, നമ്മൾ ക്യാനിലൊന്ന് വാങ്ങിയിട്ടുണ്ട് പുറത്തുനിന്ന്. അപ്പം അത് കഴിക്കാം. ദിയമോക്ക് ഉപ്പും വേണം പറഞ്ഞു. അപ്പം നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഗൈസ്. ഇപ്പോ വേണം. ലെറ്റ്സ് ഓപ്പൺ. ഞാൻ മനസ്സിലാ ഗൈസ്, നമ്മുടെ ഗുലാബ് ജാമൂൻ. അരെ വാ, അടിപൊളി. അമ്മയ്ക്ക് കൊടുക്കാം. അവരെങ്ങനെയല്ലേ എത്ര പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കണത്. ഇതിൻ്റെ ഒക്കെ പൊടിഞ്ഞു പോകും. ഞങ്ങള് പൊതിച്ചോറ് കൊണ്ടുപോകുന്നുണ്ട് ഗൈസ്. അപ്പൊ പപ്പ പൊതിച്ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കാണ് എല്ലാവർക്കും ഉള്ള. ആൻഡ് ഇതെന്ത് മോര് കറിയോ? തൈര് കറിയും. ഇത് ഉണക്കമീനാണോ? അങ്ങനാണോ? കൊണ്ടാട്ടം. ഓ, പപ്പേന്റെ ഫേമസ് എഗ് മസാല. ആ, കൊണ്ടാട്ടത്തിന് മണം വന്നു, അതുകൊണ്ട്. പിന്നെ ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട്. അച്ചാറ്, മാങ്ങ അച്ചാറ്. ഇതോ? ആ, ഗുലാബ് ജാമുൻ ആണോ കടി? സോ നമ്മൾ കഴിഞ്ഞ വ്ളോഗ് പറയണത് വാട്ട് ഈസ് ഇൻ മൈ ടാബ് ആയിരുന്നു. അപ്പം ഞാൻ വ്ളോഗ് ഇട്ട് കഴിഞ്ഞിട്ടും കുറെ കമന്റ് ഉണ്ട്, കുറെ ആസ്മി ക്വസ്റ്റ്യൻ മാതിരി തന്നെ കുറെ കമന്റ് വന്നിട്ടുണ്ട്. ദേവു സ്കൂൾ ടൂർ ചെയ്യുമോന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അത് ഞാൻ അതിന് റിപ്ലൈ കൊടുക്കണം വിചാരിച്ചു. സ്കൂൾ ടൂർ നമ്മൾ എന്തായാലും ചെയ്യണതാണ്, എന്തായാലും ചെയ്യും. നമ്മൾ പ്രിൻസിപ്പളിന്റെ പെർമിഷൻ എടുത്ത പിറ്റേ ദിവസം നമ്മൾ പോയി ചെയ്യണതാണ് ഗൈസ് സ്കൂൾ ടൂർ. അപ്പം എൻ്റെ സ്കൂളിലോട്ട് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരിക ഗൈസ്, കാരണം അടിപൊളിയാണ് ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇപ്പോൾ 1 മണിയായി ഗൈസ്. ഞങ്ങൾ നട്ടുച്ചയ്ക്കാണ് ഇറങ്ങണത്. പക്ഷെ നട്ടുച്ചൻ്റെ കാലാവസ്ഥയൊന്നും അല്ല അത്, കാരണം മഴക്കാറുണ്ട്, ചെറിയ മഴ ഉണ്ട്, ചെറിയ പൊടി മഴയാണ് പെയ്യണത്. നല്ല മഴയാണ് പെയ്യണില്ല. എന്തായാലും പെയ്യാതിരിക്കട്ടെ. പറഞ്ഞ് നാക്കെടുത്തില്ല ഗൈസ്, നല്ലോണം പെയ്യാൻ തുടങ്ങി. അപ്പം പപ്പ അതാ രാവിലെ കാറൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ആൻഡ് മൈ മേക്കപ്പ് വാച്ച് ആസ് യൂഷ്വൽ ഞാൻ എടുത്തു. അമ്മ ഒരുങ്ങി. അമ്മേൻ്റെ ഡ്രസ്സൊക്കെ കംപ്ലീറ്റ്ലി അമ്മ മാറ്റിയിരിക്കുന്നു. എന്താ പറ്റിയതറിയില്ല. നിങ്ങളൊക്കെ ബ്ലാക്കായി നമ്മളെ ഔട്ടാക്കി ഗൈസ്. അവരെല്ലാവരും ബ്ലാക്ക് ഇട്ട് പോണ വഴിക്കാണല്ലോ നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറെടുത്തു. മര്യാദയ്ക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് കഴിച്ചാൽ മതിയായിരുന്നു, പക്ഷെ അവർക്ക് ആ വൈബ് വേണം. അതുകൊണ്ട്
ചോറെടുത്തു ഗൈസ് ഞങ്ങൾ. അത് നേരത്തെ പറഞ്ഞ എടുത്തു വെച്ചിട്ടുണ്ട്. കേരളക്കാർക്കൊക്കെ പൊതിച്ചോറ് കൊണ്ടുപോകണം. ചേച്ചിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ആക്കണം. അല്ല എനിക്ക് കിട്ടിയാലില്ലേലും സീനൊന്നുമില്ല, പക്ഷെ അത് വേറെ വൈബാണ് ഗൈസ്. അപ്പം ഞാൻ ബാക്കിൽ സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നു. ദിയമോളും അമ്മ ഏതാ മിഡിലാണ് ഇരിക്കണത്. ആൻഡ് പപ്പ ഓഫ് കോഴ്സ് ഫ്രണ്ടിലായിരിക്കുമല്ലോ. ചളി എങ്ങനെയുണ്ട്? ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നാടുകാണി ഗൂഡല്ലൂർ എത്തി. അപ്പം ഞങ്ങൾ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ ഒരു കടയിൽ കയറി കുറച്ച് സ്നാക്സും ഫുഡ് കഴിച്ചിട്ടില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തണുള്ളൂ. ഇപ്പം സമയം 3:30 ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ ചായ കുടിച്ചിട്ട് നേരെ ഇനി ലഞ്ച് കഴിക്കാൻ ഒരു സ്പോട്ട് കണ്ടുപിടിക്കണം. അങ്ങോട്ട് പോവാം. പപ്പ ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഫൈനലി നിർത്തി. അപ്പം എല്ലാവരും കറികളൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ഗൈസ്. കുറേ കറിയുണ്ട്. കൊണ്ടാട്ടം കൊണ്ട് പപ്പ വരുന്നു. ഇയാളുടെ കൈ മാത്രമേ കാണിക്കുള്ളൂ. ഗൈസ് ഞങ്ങള് ഫോറസ്റ്റിന്റെ നടുക്ക് ടയറ് പഞ്ചറായി നിൽക്കുകയാണ്. മീൻസ് നിൽക്കണില്ല, പോയിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ വണ്ടീന്റെ ടയറൊന്നും സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ എത്രയും പെട്ടെന്ന് മസനഗുഡി എത്താൻ നോക്കുകയാണ്. നമ്മൾ മസനഗുഡിയിൽ നിന്നും പിന്നെയും കുറച്ചുകൂടെ പോകുന്നു. സൗണ്ട് കേൾക്കുന്നുണ്ട്. തൽക്കാലം കാറ്റടിച്ചിട്ടുണ്ട്. ഒരാൾ ഹെൽപ്പ് ചെയ്തു നമ്മളെ. അപ്പം കുറച്ച് ദൂരം പോകും. എന്തായാലും നമ്മളെ ഫോറസ്റ്റ് കഴിയണവരെ എന്തായാലും പോകും. ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് അവിടെ പഞ്ചറിൻ്റെ ഷോപ്പുണ്ട് ഗൈസ്. അവിടെ പോയിട്ട് നമുക്ക് സ്റ്റെപ്പിന് ഇടാം. അതുവരെ നമ്മൾ പതുക്കെ ഇങ്ങനെ പോകണം എന്നാണ് പറഞ്ഞത്. അപ്പം ആരോടൊക്കെ വിളിച്ച് ചോദിക്കേണ്ടത് എന്തൊക്കെയോ. ഫ്രണ്ട്സ് ഇതാണ് ഇപ്പം നമ്മുടെ വണ്ടിയുടെ അവസ്ഥ. ആദ്യം ഒന്ന് കാറ്റടിച്ചു, പിന്നെ രണ്ടാമത് ഇതുപോലെ ആയിട്ടോ. എന്തായാലും ഫോറസ്റ്റ് കടന്നു കിട്ടി. എന്ത് വിധി ഇത്! ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ. ഞങ്ങള് വർഷങ്ങളായി ട്രിപ്പ് തുടങ്ങിയിട്ട് ഫസ്റ്റ് ടൈമാണ് ട്രിപ്പിനിടയിൽ പഞ്ചറാവുന്നത്. വീട്ടിലേക്ക് നിർത്തിയിട്ട വണ്ടിയൊക്കെ പഞ്ചറായിട്ടല്ലാതെ ട്രിപ്പിനിടയിൽ അതോ ആ ഫോറസ്റ്റ് പിന്നെ ഭാഗ്യത്തിന് നമ്മളെ ഒരു മൈസൂറുള്ള ഒരാൾ വന്ന് ഇങ്ങോട്ട് ചോദിച്ചു, അടുത്ത് കാറ്റടിക്കുന്ന സാധനം വേണോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അങ്ങനെ അടിച്ച് ഇവിടെ എത്തി. ഒരുവിധം നമ്മൾ തുറപ്പള്ളി എത്തി.
വേറെ ടൗണാണ്. എന്താണ് ഇനി കൂടെ അറ്റ്ലീസ്റ്റ് വെയിറ്റ് ചെയ്തെങ്കിലും പരിപാടി നടക്കും. അപ്പോൾ പിന്നെ പരിപാടി നോക്കട്ടെ, ഒന്നെങ്കിൽ മാറ്റി കിട്ടണം, അത് പഞ്ചറടിക്കണം. ലൈനിൽ പോയതാണെന്നാ പറഞ്ഞു. സത്യത്തിൽ ഞങ്ങൾക്ക് പേടിയായിട്ടോ. ഞങ്ങൾ ആ ഫോറസ്റ്റിന്റെ നടുക്കെത്തിയപ്പോൾ ടയർ പഞ്ചറായി. എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്നു. ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് വരാം. കുറേ നേരമായി ചായ കുടിക്കാൻ വിചാരിക്കുന്നു. ഇപ്പം അതിന് പറ്റിയൊരു സമയമാണ്. അപ്പോൾ ഇവരിത് സ്റ്റെപ്പിന് ഇടും ചെയ്യും. ഫ്രണ്ട്സ്, ഞങ്ങൾ സ്റ്റെപ്പിനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മളെ കാക്ക റൈമക്ക വന്ന് ഹെൽപ്പ് ചെയ്തിരിക്കുന്നു. നമ്മൾ സെറ്റാക്കിയത്. നാളെ പോയാലോ? നിങ്ങൾക്ക് ഗസ്റ്റ് ഇല്ലേ? ഓക്കെ, എന്നാൽ ഇനി ഒരു ദിവസം വരാം. എന്തായാലും ഇന്ന് സ്വീപ്പായി മൊത്തം. അതല്ലേ നിങ്ങൾ പോകുമ്പോ തന്നെ ഞാൻ കൂടല്ലൂർ നോക്കിയിട്ട് പോകാം. കാറ്റും കമ്മി ഉണ്ടായില്ല. ഓക്കെ അത് കൂടല്ലൂർ തന്നെ സെറ്റാക്കിയിട്ട് പോകുള്ളൂ. ഗൈസ്, ഞങ്ങൾ പാട്ട് പാടാൻ ശ്രമിക്കുന്നു. ഇത് കണ്ടോ, പാട്ട് പാടാൻ ശ്രമിക്കുകയാണ് ഗൈസ്. ബട്ട് ചിരി വന്നിട്ട് ഇവിടെ ആകാശദൂതും ആകാശ കൊട്ടാരൊക്കെ പാടുന്നുണ്ട് ബാക്കിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് പാട്ട് പാടാൻ പറ്റണില്ല. तू ही छाया, तू ही तू ही छाया, तू ही अपना पराया, और कुछ ना ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളെ ചെറിയ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു ഗൈസ്. കാരണം വണ്ടി ടയർ പഞ്ചറായി. പക്ഷെ എന്തായാലും മസനഗുഡി വരെ എത്തി ഗൈസ്. ഒരു പേടിക്കുന്ന ഒരു ട്രിപ്പ് പേടി മീൻസ് ഞങ്ങൾ അവിടെ എത്തി. ടയറിന് ശബ്ദം കേൾക്കണ, കുടു 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 ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ പുറത്തേക്ക് നോക്കുമ്പോ ടയർ ഇങ്ങനെ ആടുക. അപ്പൊ ഞങ്ങൾ ആകെ പേടിച്ചു ഗൈസ്. പിന്നെ ആന ഇറങ്ങണ സ്ഥലമാണ്. എന്താ അവിടുന്ന് ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഒക്കെ വന്നിട്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ആ ടെൻഷനിലായി പോയി. പക്ഷെ ഭാഗ്യത്തിന് നമ്മളൊരു നല്ലൊരു മനുഷ്യൻ നമ്മളെ ഹെൽപ്പ് ചെയ്തു. കർണാടകത്തെ മൈസൂര് നല്ലൊരു മനുഷ്യൻ. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് ആ സത്യത്തിൽ അവിടെ നിർത്തേണ്ട ഒരു ആവശ്യമില്ല. അയാൾക്ക് നേരെ പോയാൽ മതി. പക്ഷെ ഒരുപാട് വണ്ടികൾ പോയെങ്കിലും അവരൊന്നും നിർത്തിയില്ല. പക്ഷെ ഇയാള് നമ്മൾ പറയാതെ തന്നെ അയാൾ നിർത്തി കാറ്റ് എല്ലാ ആക്സസറീസും ഉണ്ടായിരുന്നു. അപ്പം അയാൾ എന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു ഗൈസ്. ടയറിന് കാറ്റടിച്ചു. അത് കഴിഞ്ഞപ്പോ കുറച്ച് ദൂരം പോയപ്പോ പിന്നെയും ചെയ്തത്. അപ്പൊ കാറ്റടിച്ച് കഴിഞ്ഞാൽ അധികം നേരം നിൽക്കൂല. അപ്പം നമ്മൾ സ്റ്റെപ്പിന് ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റെപ്പിന് ഇട്ടിട്ടില്ലായിരുന്നു. സ്റ്റെപ്പിന് ഇട്ടണമെങ്കിൽ വർക്ക്ഷോപ്പ് പോണം പറഞ്ഞു. അതിൽ ഞങ്ങള് അപ്പൊ തന്നെ മസനഗുഡിന്ന് ഇറങ്ങി. എവിടെ നിർത്തിയില്ല. ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല. ഫോട്ടോ എടുത്തില്ല, എവിടെ ഇറങ്ങിയില്ല. ഞങ്ങള് ജസ്റ്റ് കണ്ട് തിരിച്ച് നേരെ നമ്മളെ മറ്റേ ടൈഗർ റിസർവ് ഫോറസ്റ്റ് കഴിഞ്ഞ് ഉള്ള ടൗണില് നമ്മൾ വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ട് സ്റ്റെപ്പിന് ഇട്ടിട്ടാണ് നമ്മൾ പിന്നെ പോയത്. ഒരു ശരിക്ക് പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടി പോയ പോലെ ആയിപ്പോയി. ഇപ്പോഴാണ് എത്തണത്. നാളെ എനിക്ക് എക്സാം ആണ് ഗൈസ്. അപ്പം വലുതായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ദേവുവിന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫാമിലി ഉണ്ടായിരുന്നു. അവർക്ക് വീഡിയോയില് വരാന് ഇൻട്രസ്റ്റ് ഇല്ല ഗൈസ്. അപ്പൊ നമ്മൾ എടുത്തില്ല വീഡിയോ. അതുകൊണ്ടാണ് ഞങ്ങളെ മാത്രം എടുത്തത്. അതെ, അതും നമ്മൾ മാത്രം കുറച്ച് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം ക്ഷമിക്കുക. എന്തായാലും ഇറങ്ങിയത് ചായ കുടിക്കാനും പിന്നെ പൊതിച്ചോറ് തിന്നാനാണ് ഇറങ്ങിയത്. അതെ അതെ, വേറെ ഒന്നിനും ഇറങ്ങിയിട്ടില്ല. പിന്നെ ടയർ മാറ്റിയിടാൻ വേണ്ടിട്ട്. അതെ, നമ്മള് പപ്പ അവിടെ ടയർ കാറ്റടിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഫോറസ്റ്റ് ഓഫീസർമാർ വന്നിട്ട് വേഗം പോയിക്കോ, ഒരു ആന വരുന്നുണ്ട്. അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റണില്ല. വേഗം വണ്ടി കയറി ഉള്ള കാറ്റ് വെച്ചിട്ട് പോന്നു. പിന്നെ അവിടെ വന്നവർക്ക് 3 പേർക്ക് പ്രശ്നമായിരുന്നു. അമ്മക്ക് മൂന്നാമത്തെ ആള് നമ്മളാണ്. അമ്മക്ക് ടയർ പഞ്ചറായി. പിന്നെ വേറെ 2 കാറ് നമ്മൾ ഇടിച്ചു. ഒരു സൈഡ് മൊത്തം പോയി. അവിടെ 1.5 മണിക്കൂറോളം അവര് നിർത്തിയിട്ടേക്ക് ഇറങ്ങും.
പിന്നെ ഞങ്ങൾ ടയർ മാറ്റിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു കാർ വന്ന് ഇടിച്ചിട്ട് പോയി വേറൊരു വണ്ടീനെ. അങ്ങനെ കുറെ സംഭവങ്ങൾ നടന്നു. എല്ലാത്തിന്റെയും ടെൻഷൻ നമ്മൾ വീഡിയോ എടുക്കാൻ വിട്ടു. അതെ, അപ്പൊ വീഡിയോ അധികം നമ്മൾ എടുത്തില്ല. ഓക്കെ, ക്ഷമിക്കാം. അപ്പൊ അടുത്ത പോക്കിൽ നമ്മൾ ഒന്നും കൂടെ ഹൊസനഗുഡി പോവും. ടയറൊക്കെ മാറ്റിട്ട് പുതിയ ടയറൊക്കെ ഇട്ടിട്ട് നമ്മൾ പോവും. ഓക്കെ, നാളെ എക്സാം ആണ് ഗൈസ്. ഒന്നും പഠിച്ചില്ല. ഞാൻ നേരെ പോയി കിടന്നുറങ്ങാൻ പോവാണ്. രാവിലെ എണീറ്റിട്ട് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പഠിക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. കമന്റ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ ബൈ.